വാട്സപ്പിലേക്ക് OTP വരാത്ത വിഷയം ഒരുപാട് പേർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സംഭവമാണ്. നമുക്ക് ചില സമയത്ത് നമ്മൾ വാട്സപ്പ് ലോഗ് ഔട്ട് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ അതിൽ ലോഗിൻ ചെയ്യും. ഇങ്ങനെ 2-3 വട്ടം നമ്മൾ ലോഗ് ഔട്ടും ലോഗിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ വാട്സപ്പിലേക്ക് OTP വരില്ല. അതുമാത്രമല്ല, നിങ്ങളൊരു മറ്റൊരു ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ വേറൊരു ഫോണിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കും OTP വരില്ല. അപ്പോൾ നമ്മൾ മാറി മാറി നമ്മുടെ ഡിവൈസുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് വാട്സപ്പ് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ വാട്സപ്പിലേക്ക് OTP അവർ സ്റ്റോപ്പ് ചെയ്യും. ഇത് നമ്മുടെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ തന്നെയാണോ ഇത് ഓപ്പൺ ചെയ്യുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഹാക്ക് ആവുകയാണോ? ഇങ്ങനെ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് വാട്സപ്പ് ടീം നമ്മുടെ വാട്സപ്പിലേക്ക് OTP തരാതെ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന വിഷയം ഒരുപാട് പേർക്ക് വാട്സപ്പിൽ OTP വരാത്ത വിഷയം വരാറുണ്ട്. നമ്മൾ നിരന്തരമായിക്കൊണ്ട് ഇങ്ങനെ വാട്സപ്പ് ലോഗൗട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക, ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത് വഴി നമുക്ക് OTP വരില്ല, അവരത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ഇതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ OTP ടൈമിംഗ് കാണിക്കുകയാണ്. 1 മണിക്കൂർ, 2 മണിക്കൂർ, 6 മണിക്കൂർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് നിങ്ങളത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് എടുത്ത് വെക്കുക, 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ 48 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനിടയ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇത്രയും സമയം നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ നമ്പർ അടിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഇതല്ലാതെ 2-3 മെത്തേഡ് ഞാൻ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനൽ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വാട്സപ്പ് OTPയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ വാട്സപ്പ് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ, അതുപോലെ തന്നെ വാട്സപ്പ് ബാൻ ആയതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ, നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ ഞാൻ ആ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിരന്തരമായിക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് OTP വരാത്ത ഈ ഒരു വിഷയം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ വേറൊരു ഡിവൈസിൽ ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിലേക്ക് തന്നെ മാറി ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് നിങ്ങൾ ഡിവൈസുകൾ ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങളേക്ക് വാട്സപ്പ് OTP വരില്ല. വാട്സപ്പ് ഹാക്ക് ആവുന്നു എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണ്, ആ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് വാട്സപ്പ് ടീം ഈ ഒരു OTP അവർ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ഫോണിൽ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ഡിവൈസിൽ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് അതേ നമ്പർ തന്നെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു OTP വരുന്നത് നിങ്ങളുടെ നമ്പറിലേക്കായിരിക്കില്ല. അവിടെ നമ്പറിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. നിങ്ങൾ ഏത് വാട്സപ്പിലാണോ, ഏത് ഡിവൈസിലാണോ നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ വാട്സപ്പിലേക്കായിരിക്കും നമുക്ക് OTP പിന്നെ വരുന്നത്. ആ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് ആ ഒരു OTP കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ കയ്യിൽ സിം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഏത് ഡിവൈസിലാണോ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഡിവൈസിലെ വാട്സപ്പിലേക്കായിരിക്കും അതിൻ്റെ OTP വരുന്നത്. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് OTP വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ, അതായത് 24 മണിക്കൂറോ അല്ല എന്നുണ്ടെങ്കിൽ 48 മണിക്കൂറോ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം, അതിനിടയ്ക്കൊന്നും ട്രൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അത്രയും സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് OTP ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് വാട്സപ്പിൽ മുൻകൂട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് OTPയുടെ യാതൊരു ആവശ്യവുമില്ല. ആ ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് OTP ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കാമെന്ന്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വാട്സപ്പ് OTP വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിക്കൊണ്ട് OTP ഒന്നും വരാതെ തന്നെ എങ്ങനെയാണ് നമ്മൾ വാട്സപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അക്കൗണ്ട് എന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ അക്കൗണ്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ കുറച്ച് മുന്നേ വന്നിട്ടുള്ള അപ്ഡേഷൻ ആണ്, ഇപ്പോൾ അടുത്തുള്ളതൊന്നുമല്ല. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലാസ്റ്റ് 4 അക്ക നമ്പറുകൾ, നമ്മളെ വാട്സപ്പിൻ്റെ ആ 4 അക്ക നമ്പറുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ക്രിയേറ്റ് എന്നും കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് സേവ് അനദർ വേ എന്ന് ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേതെങ്കിലും Gmail ID കൾ, ഒന്നിൽ കൂടുതൽ Gmail ID ഉപയോഗിക്കുന്നവരാണ് എങ്കിലും മറ്റു നമ്മളെ Gmail ID കളൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും മെയിൽ ID യിലാണ് നമുക്ക് ഇതിൻ്റെ പാസ് കീ വരേണ്ടത്, അത് സ്റ്റോറേജ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെയിൽ ID നമുക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ മെയിൽ ID കൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഇമെയിൽ ID ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കാം. ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ ഇങ്ങനെ എന്തെങ്കിലും നമ്മോട് ചോദിക്കും. നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ലോക്ക് നമ്മളിവിടെ കൊടുക്കുക. ഇവിടെ ഫിംഗർ പ്രിൻ്റ് ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ ഒരു പാസ് കീ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമുക്ക് വാട്സപ്പിലേക്ക് OTPയുടെ ആവശ്യം വരില്ല. നമുക്ക് OTP വരില്ല, ഡയറക്റ്റ് മെയിലിലൂടെ വന്നുകൊണ്ട് തന്നെ അത് ജനറേറ്റ് ആവുന്ന ഒരു ഓപ്ഷനാണ് ഇത്. നമുക്ക് OTP വരുന്നതായിട്ടോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ കാണാൻ വേണ്ടി സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു ഫോണിൽ വാട്സപ്പ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അത് ആ ഒരു OTP ജനറേറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ OTPയുടെ ഒരു വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ പാസ് കീ സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. OTPയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് OTPയുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് വീഡിയോകൾ നമുക്ക് ചാനൽ പ്ലേലിസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സീ യു.